സ്പീക്കർ പ്രൊട്ടക്ഷൻ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ വാട്ട്സ് നോക്കേണ്ടതുണ്ടോ? അതിനെപ്പറ്റിയുള്ള ചെറിയൊരു എക്സ്പ്ലനേഷനാണ്. നമ്മൾ ഔട്ട്പുട്ട് ഏതാണ് കൊടുക്കുന്നത്, അതിൻ്റെ സ്പീക്കേഴ്സ് ഏതാണ്, അതിനനുസരിച്ചിട്ട് നമ്മൾ പ്രൊട്ടക്ഷൻ ബോർഡ് സെലക്ട് ചെയ്യും. ഇപ്പോൾ ഇതൊരു കുറഞ്ഞ വാട്ട്സിനുള്ള പ്രൊട്ടക്ഷൻ ബോർഡാണ്. ഇത് ഒരു 2.1 കുറച്ച് കൂടിയ സബിനുള്ള അതടക്കമുള്ള പ്രൊട്ടക്ഷൻ ബോർഡാണ്. അപ്പോൾ ഇത് G-Techൻ്റെ ആണ്, ഇത് മറ്റൊരു കമ്പനിയാണ്. ഇത് SD ഓഡിയോ ടെക്കിൻ്റെ 7.2 അങ്ങനെയുള്ള ഓപ്ഷൻസ്, അങ്ങനെ ഓരോന്നിനും അതിൻ്റെതായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ പ്രൊട്ടക്ഷൻ ബോർഡിൽ സെപ്പറേറ്റ്, അതായത് പ്രത്യേക തരം റിലേസ് കാണാം. അതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, അതായത് എത്ര ലോഡ് കണക്ട് ചെയ്യുന്നു, എത്ര അവിടുന്ന് ഔട്ട്പുട്ട് പോകുന്നു, അതിനെ പറ്റിയൊരു ധാരണ വെച്ചിട്ട് വേണം നമ്മൾ പ്രൊട്ടക്ഷൻ ബോർഡ് സെലക്ട് ചെയ്യാൻ എന്ന്. അപ്പോൾ ഓരോ റിലേസിനെ പറ്റി പറയാം. അപ്പോൾ ഇതിനകത്ത് കുറേ റിലേസ് കാണുന്നുണ്ട്. ഏത് തരം റിലേ നമുക്ക് ഉപയോഗിക്കാം? നമ്മുടെ ഓഡിയോ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ സിഗ്നൽ ലൈൻ ആയതുകൊണ്ട്, അതായത് ഹൈ പവർ, ഹൈ ആംബിയർ അതൊന്നല്ല. അപ്പോൾ ആ ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് ചെറിയ സ്പീക്കേഴ്സിന് ഇങ്ങനെയുള്ള കുഞ്ഞൻ റിലേസ്, കൂടിയതിന് ഈ ടൈപ്പ് റിലേസും കാണാം. അപ്പോൾ ഈ റിലേകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ആ റിലേകൾ അതാത് അപ്ലിക്കേഷൻസ് അത് എവിടെ ഉപയോഗിക്കുന്നു അതിനനുസരിച്ചിട്ടുള്ള റിലേ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ സിഗ്നൽ റിലേനെ പറ്റി തന്നെ പറയാം. സിഗ്നൽ റിലേസ് എന്ന് പറയുമ്പോൾ അത് ലോ ലെവൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ടൈപ്പ് പ്രത്യേകം ഇറക്കുന്നതാണ്. ചെറുപ്പവും വലുപ്പമൊക്കെ വെച്ചിട്ട് നോക്കിയിട്ട് അതിൻ്റെ വാല്യൂസ് നമ്മൾ കണക്കിലെടുക്കരുത്. ശരിക്കും അതിൻ്റെ ഒരു വോൾട്ടേജ് റേറ്റിംഗ്, വാട്ട്സ് റേറ്റിംഗ്, അതിൻ്റെ കോണ്ടാക്ട്സ്, അതായത് നമ്മൾ പവർ കണക്ട് ചെയ്യുമ്പോഴും ഡിസ്കണക്ട് ചെയ്യുമ്പോഴും അവിടെ ഒരു കോണ്ടാക്റ്റ് വരുന്നു, അത് ഡിസ്കണക്റ്റ് ആവുന്നു, അതിൻ്റെ പവറാണ് ഏറ്റവും കൂടുതലായിട്ട് ശരിക്കും ഒരു റിലേന് ഏത് തരം റിലേ ആണ്, അത് എത്രത്തോളം പവർ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു നിഗമനത്തിലെത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സിഗ്നൽ റിലേസ് കൂടുതൽ കണ്ടുവരുന്നത് നമ്മളെ ഈ ഇൻഡിക്കേറ്റേഴ്സ്, എന്തെങ്കിലും തരം ഇൻഡിക്കേറ്റ് ചെയ്യാൻ, ഇപ്പോൾ LED ആയാലും ഇപ്പോൾ വണ്ടിയുടെ ഇൻഡിക്കേഷൻ, അങ്ങനത്തെ മറ്റെന്ത് തരം ഇൻഡിക്കേഷൻ ആയാലും നമുക്ക് റിലേസ് ഉപയോഗിച്ച് ചെയ്യാം. അതേപോലെ മറ്റ് സെമി കണ്ടക്ടേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ഈ ഇൻഡിക്കേഷൻ ഉപയോഗിക്കാം. പക്ഷേ നമ്മളിവിടെ റിലേസിനെ പറ്റി പറയുമ്പോൾ ആ റിലേ ഉപയോഗിച്ച് നമുക്ക് ആ ഇൻഡിക്കേഷൻ, ഓൺ ആൻഡ് ഓഫ് ഉള്ള ഇൻഡിക്കേഷൻ സർക്യൂട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എന്തെങ്കിലും സെൻസറുകൾ, ഇപ്പോൾ ഒരു ഓൺ ഓഫ് എന്തെങ്കിലും ഒരു ആവശ്യം, എന്തെങ്കിലും സെൻസ് ചെയ്തിട്ട് ഓൺ ചെയ്യേണ്ട ആവശ്യം, അതിപ്പോൾ എവിടെയാണ് ഉണ്ടാവുക? നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഈ അടുത്ത് കണ്ടുള്ളത്, എൻ്റെ അറിവിൽ ഡോർ ലോക്ക് അങ്ങനത്തെ കാര്യങ്ങൾ, ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ച എന്തോ ഒരു ആവശ്യത്തിന് പോയപ്പം ആ സെൻസിങ്, അതിൻ്റെ സർക്യൂട്ടിൽ മൊത്തം റിലേസ് ആണ് അതിൻ്റെ മോട്ടറും മറ്റ് ഹൈഡ്രോളിക്കും എല്ലാം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക്, അതായത് അതിൻ്റെ മോട്ടർ കൺട്രോൾ ചെയ്യാൻ നമ്മൾ ഹൈ റിലേ അവിടെ ഉണ്ട്, പക്ഷേ അതിൻ്റെ കൺട്രോൾ സെക്ഷനിലുള്ളത് സിഗ്നൽ റിലേസ് ആണ് ചെറുത്. അവിടെ നിന്നുള്ള സിഗ്നൽ ചെന്നിട്ടാണ് വലിയ പവർ റിലേസിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ പവർ റിലേ എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മളിവിടെ കാണുന്ന ഈ ടൈപ്പ് ഒന്നല്ല. അത് ശരിക്കും നമ്മളെ മോട്ടോർ, ഇപ്പോൾ ഏത് തരം ഒരു ഹൈ പവർ മോട്ടറായാലും, ഇപ്പോൾ അത് സിംഗിൾ ഫേസ് ആയാലും 3 ഫേസ് ആയാലും ഏത് ടൈപ്പ് മോട്ടറായാലും, ഇനി DC മോട്ടറുകളായാലും ഏതായാലും, അതിനൊരു ഓൺ ആൻഡ് ഓഫ്, അത് സെൻസ് ചെയ്തിട്ട് ഓൺ ചെയ്യാനോ ഓഫ് ചെയ്യാനോ ഓപ്ഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ കൊടുക്കുന്ന റിലേ പവർ റിലേ ആണ്. അതേപോലെ തന്നെ ഹീറ്ററുകൾ, പിന്നെ ലിഫ്റ്റ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ പരിചയമുള്ള സംഭവമായിരിക്കും ലിഫ്റ്റ്. ആ മോട്ടർ ഓൺ ആൻഡ് ഓഫ് ചെയ്യുന്നത് അതിൻ്റെ അകത്ത് ഹൈ പവറുള്ള റിലേസ് ആണ്. പണ്ട് കാലത്ത് കുറച്ച് ലിഫ്റ്റിൻ്റെ സർവീസിനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് നിന്ന് ഒരുപാട് ഈ കപ്പാസിറ്ററൊക്കെ ഈ റീസൈക്കിൾ ചെയ്യുമ്പോൾ ആ പഴയ കപ്പാസിറ്ററൊക്കെ എടുത്തുകൊണ്ട് വരും ആംപ്ലിഫയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് അതിനകത്തുള്ള ആ ഒരു റിലേ, വലിയ ബ്ലോക്ക് റിലേസ് ഉണ്ട്, അതൊക്കെ വെച്ചിട്ടാണ് അങ്ങനത്തെ സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നത്. അതാണ് പവർ റിലേസ് എന്ന് പറയുന്നത്. പിന്നുള്ള സിഗ്നൽ റിലേസ്, അങ്ങനെ 2 ടൈപ്പ് റിലേസ് ആണ് കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ മെയിനായിട്ട് ഇത് തമ്മിലുള്ള വ്യത്യാസം, അതായത് പവർ റിലേയും സിഗ്നൽ റിലേസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അതിന് പവർ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി തന്നെയാണ്. അപ്പോൾ ആ കപ്പാസിറ്റിക്ക് അനുസരിച്ച് വ്യത്യസ്ത റിലേസ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ആംപ്ലിഫയർ കണക്ട് ചെയ്യുമ്പോൾ അതിലേക്കും ആ പവർ അനുസരിച്ച് തന്നെ സെലക്ട് ചെയ്യണം. ചെറിയ പവർ എന്ന് പറയുമ്പോൾ ഒരു എത്ര വാല്യൂക്ക് ഏത് റിലേ വേണം ചോദിച്ചാൽ, ഒരു ആവറേജ് വാല്യൂ പറയുകയാണെങ്കിൽ ഒരു 100 വാട്ട്സിന് എബവ് ഉള്ളതിന് ഞാൻ ഇങ്ങനത്തെ ഒരു റിലേ ഉപയോഗിക്കും. അതായത് ഇങ്ങനത്തെ ഒരു റിലേ ഉള്ള ടൈപ്പ് പ്രൊട്ടക്ഷൻ ബോർഡ് ഉപയോഗിക്കുക. അതിൻ്റെ താഴത്തുള്ളതാണെങ്കിൽ നമുക്ക് ഈ ടൈപ്പ് മതിയാവും. കുറഞ്ഞത് 2030 IC ട്രാൻസ്ഫർ, ചെറിയ ഏതെങ്കിലും പവർ കുറഞ്ഞ IC 40, 45 വാട്ട്സ്, 60 വാട്ട്സിൻ്റെ ഇടയിലുള്ള ഒരു വാല്യൂസിന് ഈ ടൈപ്പ് ചെറിയ റിലേസ് മതിയാവും. ഈ റിലേ നോക്കുക, HRS 4HS DC 12 വോൾട്ട്, അതായത് HRS 4HS ആ മോഡലുള്ള റിലേ. നമ്മളിപ്പോൾ അതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യുക, മറ്റേ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അതിനകത്ത് കാണാൻ നിങ്ങൾക്ക് ഇപ്പോൾ സെയിം മോഡലല്ല, വേറൊരു മോഡലായാലും ആ സെയിം ടൈപ്പ് റിലേ ആണ്. അപ്പോൾ അതേ പറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ വാല്യൂസ് നോക്കുകയാണെങ്കിൽ 10 ആംപിയർ റിലേ ആണ്. അതായത് ഇത് 10 ആംപിയർ വരെ ഔട്ട്പുട്ട്, അതായത് നമ്മൾ ലോഡ് ഔട്ട്പുട്ട് 10 ആംപിയർ വരെ പോകുന്ന അത്രയും ഇത് ഹാൻഡിൽ ചെയ്യും. അപ്പോൾ മാക്സിമം നമുക്ക് ഇപ്പോൾ ഒരു സിംഗിൾ 7294ൻ്റെ ആ ഒരു ലെവൽ വരെയൊക്കെ ഇത് മതിയാവും. നമ്മൾ കുറേ ചെയ്ത് കൊടുത്തല്ലേ, ഈ ടൈപ്പ് വെച്ചിട്ട് ഒരുപാട് ചെയ്ത് കൊടുത്താണ്, ഒരു കുഴപ്പം വന്നില്ല. പക്ഷേ 7294 ഡബിൾ ബ്രിഡ്ജ് ചെയ്ത ഔട്ട്പുട്ട് ആണെങ്കിൽ നമ്മൾ വലിയ റിലേ കണക്ട് ചെയ്യണം. അപ്പോൾ ഈ വലിയ റിലേ 15T90 ആ വാല്യൂ വെച്ചിട്ട് നമ്മളിപ്പോൾ സെർച്ച് ചെയ്യുക. അപ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കുക,
നമ്മൾ എപ്പോഴും സ്പെക്സ് ഗൂഗിളിൽ ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അത് നോക്കുകയാണെങ്കിൽ അത് 12 വോൾട്ടാണ്. 12 വോൾട്ടിൽ 30 ആംപിയറാണ് ഇതിൻ്റെ കോണ്ടാക്ട്സ്. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാം കോണ്ടാക്ട് കറണ്ട് റേറ്റിംഗ് 30 ആംസ് എന്നിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 30 ആംസ് എന്ന് പറഞ്ഞാൽ കൃത്യമായി 30 ആംസ് അല്ലല്ലോ, അതിൻ്റെ താഴെ വരുന്ന ഒരു റേറ്റിംഗ് ആണ്. അതിൻ്റെ താഴെ റേറ്റിങ്ങിലുള്ള ഒരു പവറിലാണ് നമ്മൾ ഈ റിലേ കണക്ട് ചെയ്യുന്നത്. ആംപ്ലിഫയർ പലപ്പോഴും നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് കറക്റ്റ് ആയിരിക്കും. അതായത് നമ്മൾ ആംപ്ലിഫയറിൻ്റെ ബോളിൽ നിന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് വളരെ കറക്റ്റ് ആയിരിക്കും, പക്ഷേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ സ്പീക്കർ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ റിലേ പോയി കിടക്കുകയായിരിക്കും. അപ്പോൾ റിലേ പോയി കിടക്കുക എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ റിലേൻ്റെ കോണ്ടാക്ട് പോയി കിടക്കുകയാണ്. അപ്പോൾ ഓവറോൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് വാട്ട്സ് അനുസരിച്ചിട്ട് തന്നെ ശരിക്കും സെലക്ട് ചെയ്യണം നമ്മളെ പ്രൊട്ടക്ഷൻ ബോർഡ് ഏതാണ് വേണ്ടത് എന്നുള്ളത്. അതായത് പ്രൊട്ടക്ഷൻ ബോർഡ് ഏതാണ് വേണ്ടത് മീൻസ് അതിനകത്ത് ഏത് ടൈപ്പ് റിലേ ഉള്ളത് നോക്കിയിട്ട് സെലക്ട് ചെയ്യണം. ഈ ടൈപ്പ് നമുക്ക് പ്രൊട്ടക്ഷൻ ബോർഡിലും കൊടുക്കാം, പക്ഷേ ഇത് 5.1 ആണ്. ഒരു സബും 5 ചാനലും ഈ കുഞ്ഞന്മാർ കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആലോചിക്കുക അതിനകത്ത് മാക്സിമം 40-45 വാട്ട്സ് മാക്സിമം. അപ്പോൾ ആ ടൈപ്പ് പവറിന് ഈ ടൈപ്പ് മതിയാവും. അപ്പോൾ പറഞ്ഞ പോലെ അദ്ദേഹം ചോദിച്ച പോലെ കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക. ഔട്ട്പുട്ട് ഏതാണെന്നും നമ്മുടെ ബോർഡ് ഏതാണെന്നും മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ഒരു കാര്യമായിരുന്നു, പക്ഷേ അത് ചിന്തിക്കുമ്പോൾ വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് നോക്കുക. നിങ്ങളുടെ ആമ്പിൽ അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് സ്പീക്കർ ഡിസ്കണക്റ്റ് ആയി പോകുന്നൊക്കെയുണ്ടെങ്കിൽ, അതായത് വർക്കിങ്ങിൽ ഡിസ്കണക്റ്റ് ആയി കാണുന്നുണ്ടെങ്കിൽ കൂടുതലും ഈ റിലേ വീക്കായിട്ടുണ്ടാവാം, അതിൻ്റെ കോണ്ടാക്ട്സ് കംപ്ലൈൻ്റ് ആയിട്ടുണ്ടാവാം. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.